കേരളത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാവുന്ന, കൊള്ളാവുന്ന, നിങ്ങൾക്ക് പറ്റിയ ഒരു 10 പേരെ കൊണ്ടുപോവാ. രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും മൂർധന്യമായിട്ടുള്ളൊരു സമയമാണ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. 10 വർഷം കേരളം ഭരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനെ വി.ഡി. സതീശൻ സംവാദത്തിന് വേണ്ടിയിട്ട് വെല്ലുവിളിച്ചു. അതിന് റിപ്ലൈ വന്നില്ല. രണ്ടാമത് വീണ്ടും വി.ഡി. സതീശൻ വെല്ലുവിളിച്ചു. മുഖ്യമന്ത്രിക്ക് തീരുമാനിക്കാം, സമയം സ്ഥലമൊക്കെ മുഖ്യമന്ത്രിക്ക് തീരുമാനിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും സംവാദത്തിന് 10 വർഷത്തെ വികസന കാര്യങ്ങളും അതുപോലത്തെ എല്ലാ കാര്യങ്ങളും വെച്ചുകൊണ്ട് നമുക്ക് ചർച്ച ചെയ്യാം, സംവാദം നടത്താം എന്ന് വി.ഡി. സതീശൻ പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞൊരു മറുപടി ഉണ്ട്. ഫേസ്ബുക്കിലുള്ള ഒരു സംവാദത്തിനാണ് ഞാൻ ക്ഷണിച്ചത്. ഫേസ്ബുക്കിലുള്ള സംവാദത്തിന് തയ്യാറല്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്നാണ് തോന്നുന്നത്. ആ സംവാദം നടക്കട്ടെ. നമുക്ക് ഫേസ്ബുക്കിലൂടെ സംവാദമാകാം എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. ഫേസ്ബുക്കിലൂടെ സംവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറയുന്നത് നിങ്ങൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്നോട് തിരിച്ച് പറയാൻ കഴിയൂല. പറയാൻ പറ്റുന്നത് കമൻറ്റുകളാണ്. കമൻറ്റ് എഴുതി കഴിഞ്ഞാൽ ഞാൻ അതിൽ എന്ത് ചെയ്യും? ആ കമൻറ്റിന് റീപ്ലൈ തരും. അതേ സമയത്ത് നിങ്ങൾ എൻ്റെ തൊട്ടടുത്തിരുന്നിട്ട് നിങ്ങളോട് ഞാൻ പറയാണ്, തിരിച്ച് നിങ്ങൾ പറയാണ്. നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾക്കും പറയാം, എനിക്ക് പറയാനുള്ളത് എനിക്കും പറയാം. ഇതാണ് സംവാദം ശരിക്ക് വേണ്ടത്. പക്ഷെ മുഖ്യമന്ത്രിക്ക് ഫേസ്ബുക്കിലൂടെ സംവാദം നടത്താനേ കഴിയുള്ളൂ. കാരണം അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊന്നും പറയാൻ കഴിയില്ല. ആരെങ്കിലും എഴുതി കൊടുത്തത് വായിക്കുക, ആരെങ്കിലും പറഞ്ഞു തരുന്നത് പറയുക, ഇതേ മൂപ്പരെ കൊണ്ട് കഴിയുള്ളൂ. സ്വന്തമായിട്ടൊരു അഭിപ്രായമില്ലാത്ത മുഖ്യമന്ത്രി, 10 വർഷക്കാലം മറ്റുള്ളവരെ എഴുതി കൊടുത്തതും പറഞ്ഞതും പ്രവർത്തിച്ചിട്ടുള്ള മുഖ്യമന്ത്രി, അങ്ങേർക്ക് അതിനേ കഴിയുള്ളൂ. ഏതായിരുന്നാലും സംവാദം ഫേസ്ബുക്കിലൂടെ വേണ്ട എന്നുള്ളത് വി.ഡി. സതീശൻ തീരുമാനിച്ചു. അതോടെ ആ ചാപ്റ്റർ ക്ലോസ് ആയി. എന്നാൽ സ്ഥാനാർത്ഥിയായി നിൽക്കെ വെല്ലുവിളി നടത്താൻ കേരളത്തിൽ ഒരേ ഒരാൾക്കേ കഴിയുള്ളൂ. അത് കെ.എം. ഷാജിക്ക് മാത്രമാണ്. കെ.എം. ഷാജിനെ തീവ്രവാദിയും ഭീകരവാദിയും വർഗീയവാദിയും ഒക്കെ ആയിട്ട് ചിത്രീകരിക്കുന്ന പല ആളുകളുണ്ട്. ആ ആളുകളോട് ഡയറക്റ്റായിട്ട് കെ.എം. ഷാജി പൊതുവേദിയിൽ വെച്ചിട്ടാണ് പറയുന്നത്, നിങ്ങൾക്ക് വേങ്ങര ടൗണിൽ കണ്ണായ സ്ഥലത്ത് എവിടെ വെച്ചാണോ സംവാദം നടത്താൻ പറ്റുന്നത് അവിടെ വെച്ചിട്ട് നമുക്ക് സംവാദം നടത്താം. നിങ്ങൾക്ക് പറ്റുന്ന 10 ആളുകളെ കൂട്ടിക്കോ, അല്ലെങ്കിൽ ഈ സ്ഥാനാർത്ഥി, വേങ്ങരയിലെ സ്ഥാനാർത്ഥി തന്നെ വരട്ടെ, ആര് വന്നാലും നിങ്ങൾക്ക് പറയാനുള്ളത് പറയാം, എനിക്ക് പറയാനുള്ളത് ഞാനും പറയാം എന്ന് പറഞ്ഞിട്ട് വെല്ലുവിളിച്ച കെ.എം. ഷാജിൻ്റെ പ്രസംഗം. അപ്പോൾ ആ പ്രസംഗം 5 മിനിറ്റുള്ള പ്രസംഗമാണ്. നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഇതാണ് ആൺകുട്ടികൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ മുഖ്യമന്ത്രിയെ പോലെ ഫേസ്ബുക്കിലല്ല സംവാദം വേണ്ടത്. അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അങ്ങനെ ഒരു RSSന്റെ പാഠപുസ്തകമൊന്നും മലയാളി പഠിക്കണ്ട. അങ്ങനെ പഠിക്കണമെങ്കിൽ ഈ രാജ്യത്തിന്റെ ജനാധിപത്യം ഇല്ലാതെയാവണം. ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ വന്ന് വോട്ട് ചോദിക്കുന്നത് ഈ വേങ്ങരയുടെ മാത്രം പ്രശ്നങ്ങളല്ല. അത് 25%. അതിനപ്പുറം 75% ഈ രാജ്യത്തിന് വേണ്ടി സംസാരിക്കാനും പൊരുതാനുമുള്ള നിയമനിർമ്മാണ സഭയിലേക്കുള്ള വോട്ടാണ്. അതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ ഇന്നലെയൊക്കെ വന്നിട്ട് കുറേ വർത്താനം പറഞ്ഞു പോയല്ലോ പലരും ഇവിടെ എന്നെ ആക്ഷേപിച്ചിട്ട്. സ്ഥാനാർത്ഥി എന്ന നിലക്ക് പറയാൻ ബാധ്യതയുണ്ട്. ഞാൻ അവരോടൊക്കെ പറയുന്നു, ഉത്തരവാദപ്പെട്ട ഏതെങ്കിലും ഒരു CPM-കാരൻ, ഇത് തെരഞ്ഞെടുപ്പ് സമയമാണ് കേട്ടോ. ഇതിന് എപ്പോഴും പറയണ പോലെയല്ല, വിലയുള്ള സമയമാണ്. എനിക്ക് തിരക്കുണ്ട്, എൻ്റെ അപ്പുറത്ത് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്കും തിരക്കുണ്ട്. നിങ്ങൾ വേങ്ങര ടൗണിൻ്റെ മധ്യത്തിൽ നടുവിൽ നമുക്ക് സ്റ്റേജ് കെട്ടാം. നിങ്ങൾ കേരളത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാവുന്ന, കൊള്ളാവുന്ന, നിങ്ങൾക്ക് പറ്റിയ ഒരു 10 പേരെ കൊണ്ടുപോവാ. എന്നിട്ട് സംസാരിക്കുക. അവർക്കാർക്കും തിരക്കില്ലെങ്കിൽ ഏതായാലും നിങ്ങളുടെ സ്ഥാനാർത്ഥി ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ, ഞാൻ അദ്ദേഹത്തോടും വെല്ലുവിളിക്കുകയാണ്. എന്നിട്ട് വാ. കെ.എം. ഷാജി ഏതെങ്കിലും ഒരു മതത്തെ ആക്ഷേപിച്ചു, പരിഹസിച്ചു, കുറ്റം പറഞ്ഞു എന്നത് നിങ്ങൾ തെളിയിച്ചാൽ ഞാൻ ഈ ഏർപ്പാട് നിർത്തി വേങ്ങരയിൽ നിന്ന് പോകും. നോണ പറയരുത്. പറയുന്നുണ്ടെങ്കിൽ തിരിച്ചു പറയാൻ പറ്റാത്തവരോട് പോയി പറയണം. അല്ലെങ്കിൽ അത് തിരിച്ചു വരുമെന്ന ബോധ്യമെങ്കിലും ഉണ്ടാവണം. ഞാൻ എല്ലാവരോടും പറയട്ടെ, ഈ തെരഞ്ഞെടുപ്പിന് വലിയ മാനമുണ്ട്. വേങ്ങരക്കാരോട് ഞാൻ പറയട്ടെ, ഞാൻ ഒരുപാട് CPM പൊതുയോഗങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. ഇന്നലെ തെരഞ്ഞെടുപ്പ് യോഗം കേട്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നിപ്പോയി. ഞാൻ CPM-ന്റെ വലിയ വലിയ പോരാട്ടങ്ങളെക്കുറിച്ചൊക്കെ കേൾക്കാറുണ്ട്. ടിയാൻമൻ സ്ക്വയറിനെ കുറിച്ചൊക്കെ ഒരു പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ ആ സ്ക്വയർ ഒന്നും അവർക്ക് ഓർമ്മയില്ല. അവർ വേറെ ഏതോ സ്ക്വയറിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നിങ്ങൾ എത്ര ചെറുതായി പോണത് നിങ്ങൾ എന്താ മനസ്സിലാവാത്തത്?
രാഷ്ട്രീയത്തിന് വലിയ മാനമുണ്ട് സഹോദരന്മാരെ. നാളെ രാഹുൽ ഗാന്ധി കോഴിക്കോട് വരികയാണ്. ഒരു സ്റ്റേറ്റ് നഷ്ടപ്പെട്ടാൽ CPM-കാരാ കോൺഗ്രസ് തോറ്റുപോയി എന്ന് പറയുന്നതിൽ ആഹ്ലാദിക്കുന്നത് BJP ആണ്. മുസ്ലിം ലീഗൊക്കെ അതിലൊരു ഘടകകക്ഷി മാത്രമാണ്. ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ ഒരു 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 സ്റ്റേറ്റ് പോകുന്നു എന്നതിന് ഒരു മാർക്കറ്റുണ്ട്, കോടികളുടെ വിലയുണ്ട്. ആ വില നിങ്ങൾ വാങ്ങി വെക്കുന്നുണ്ട് എന്നും ഞങ്ങൾക്കറിയാം. എന്തിനാ ഈ സ്റ്റേറ്റുകൾ കിട്ടുന്നത്? ഞാൻ ഒറ്റ കാര്യം കൂടെ പറയട്ടെ നിങ്ങളോട്. ഇവിടെ നമ്മളുടെ ഈ വേങ്ങര അങ്ങാടിയിൽ എത്ര ഹോട്ടൽ തുറന്ന് പ്രവർത്തിക്കുന്നതിന് ബുദ്ധിമുട്ടായി തുടങ്ങി നിങ്ങൾക്കറിയോ? ഞങ്ങൾ ഇന്നലെ മലപ്പുറത്ത് ഒരു ഹോട്ടലിൽ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ പോയി. കട്ടൻ ചായ ചോദിച്ചപ്പോൾ ഉണ്ടായ കാര്യമാണ്. പറഞ്ഞു ഗ്യാസ് തീർന്നു. ഗ്യാസ് കൂടുതൽ ഉപയോഗിക്കുന്ന ഭക്ഷണം ഒരു ഹോട്ടലും സപ്ലൈ ചെയ്യണില്ല. എവിടെയോ നടക്കുന്ന യുദ്ധമല്ലേ? നമ്മളുടെ സഹോദരന്മാരും ഗൾഫ് രാജ്യത്തിൽ ബുദ്ധിമുട്ടുന്നുണ്ട്, അതും നമുക്കറിയാം. പക്ഷെ വേങ്ങരയിലേക്ക് ഗ്യാസ് എത്തണില്ല. നമ്മുടെ വീട്ടിൻ്റെ മുമ്പിൽ വരിക യുദ്ധം, അടുക്കളയിൽ വരിക യുദ്ധം. ഈ യുദ്ധം, ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ വോട്ടിന് പ്രാധാന്യമുണ്ടെന്ന് ഞാൻ പറയാണ്. നിങ്ങൾ ജീവിക്കുന്ന കാലം ഏതാണെന്നറിയോ? നിങ്ങൾ വേങ്ങര അങ്ങാടിയിലെ ടാവട്ടത്തിൽ ഇരുന്ന് കളിക്കുന്ന കാലമല്ല. നമ്മുടെ കുട്ടികൾക്ക് ലോകത്തോട് സംസാരിക്കാൻ വേങ്ങര അങ്ങാടിയിൽ നിന്ന് കഴിയുന്ന കാലമാണ്. നിങ്ങൾ പറയുന്നത് ഗൗരവമുണ്ടെങ്കിൽ റൊണാൾഡ് ട്രംപുകൾക്കും നെതന്യാഹുകൾക്കും ലോക ഭരണാധികാരികൾക്കും, കാരണം നിങ്ങളുടെ കയ്യിൽ ടൂളുണ്ട്. ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. ഇറാന് ഈ യുദ്ധം ചെയ്യുമ്പോൾ ഇറാന്റെ പിറകിൽ ഇറാൻ ഒറ്റക്കല്ല, ചൈനയും റഷ്യയും ഉണ്ട് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നുണ്ട്. ഈ യുദ്ധം നടക്കുന്ന സമയത്ത് നെഹ്റുവിന്റെ ചേരിചേര രാജ്യത്തിന് ആ കരുത്തുണ്ടായിരുന്നെങ്കിൽ, നിക്സണോട് രാഷ്ട്രീയം പറഞ്ഞ ഇന്ദിരാഗാന്ധിയുടെ രാഷ്ട്രീയത്തിന് കരുത്തുണ്ടായിരുന്നെങ്കിൽ, നെഹ്റുവിനെ അതേപടി പകർത്തിയെടുത്ത ജീവിത വിശുദ്ധിയുള്ള രാഹുൽ ഗാന്ധി എന്ന ഇന്ത്യയുടെ പടനായകന്റെ കയ്യിൽ ഈ രാജ്യമുണ്ടായിരുന്നെങ്കിൽ, ഞാൻ ഉറപ്പ് പറയുന്നു, ഇതൊരു ബഡായി അല്ല, ഉറപ്പ് പറയുന്നു, ഈ യുദ്ധം നടക്കില്ലായിരുന്നു. വെറുതെ കളിക്കരുതേ. ട്രംപ് എന്ന് പറയാൻ കഴിയുന്ന ഒരു ഭരണകൂടം ഏഷ്യയിൽ ഇന്ത്യയെ പോലെ ഒരു ശാക്തിക ചേരിയില്ല. നിങ്ങളുടെ വോട്ടുകൾ ചെറിയ വിഷയമല്ല, വലിയ പ്രാധാന്യമുള്ള വിഷയമാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ആ വിഷയത്തെ നിങ്ങൾ ഗൗരവത്തോടെ കാണണം. വോട്ട് ചോരി എന്ന വിഷയത്തിൽ നിന്ന് CPM മാറുന്നത് എന്തുകൊണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ 5 മിനിറ്റ് പ്രസംഗത്തിൽ KM ഷാജി തൻ്റെ ആശയം, തൻ്റെ ആദർശം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. BJPയോടും RSSനോടും പറയേണ്ടത് അങ്ങനെ തന്നെ പറയുന്നുണ്ട്, CPM-നോടും ഇടതുപക്ഷത്തോടും പറയേണ്ടത് അത് അങ്ങനെ തന്നെ പറയുന്നുണ്ട്. ഇത്ര വളരെ കൃത്യമായിട്ട് പറയുന്ന വേറെ ഏത് നേതാവാണ് CPM-ൻ്റെ പക്ഷത്തുള്ളത്, BJP-ൻ്റെ പക്ഷത്തുള്ളത്? വെല്ലുവിളിക്കാൻ കഴിയുന്ന ഇതേപോലെ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും മൂർധന്യമായിട്ടുള്ളൊരു സമയമാണ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് വേങ്ങരയിലെ കാൻഡിഡേറ്റായിട്ട് നിൽക്കുന്ന സമയത്ത്, വേങ്ങരയിൽ കണ്ണായ സ്ഥലത്ത് നിങ്ങൾ കൊണ്ടുവന്നോ, 10 ആളുകളെ കൊണ്ടുവന്നോ, അവരോട് സംസാരിക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറയാൻ KM ഷാജിക്കില്ലാതെ മറ്റാർക്ക് പറ്റും? ഇതാണ് നേതാവ്. ഈ നേതാവിനെ വേങ്ങരക്കാർ തീർച്ചയായിട്ടും വൻ ഭൂരിപക്ഷത്തിൽ നിയമസഭയിൽ എത്തിച്ചിരിക്കും. ഇതുപോലൊരു ആദർശധീരനായിട്ടുള്ള MLA-യെ കിട്ടുക എന്ന് പറയുന്നത് തന്നെ വേങ്ങരക്കാരുടെ ഭാഗ്യമാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.